കുഞ്ഞമ്മ പറഞ്ഞതെല്ലാം നിഷേധിച്ച് ഇന്ദ്രന്റെ പെറ്റമ്മ താൻ തന്നെയാണെന്ന് ഇനിയും സുശീലയ്ക്ക് പറയാൻ കഴിയുമെങ്കിൽ നിന്റെ മകനെ നിനക്ക് വിട്ടു തന്നിട്ട് ഞാൻ എന്റെ മകളുടെ കൈയും പിടിച്ച് ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളാം. ഇപ്പോ ഈ നിമിഷം. ധൈര്യം ഉണ്ടോ നിനക്കത് പറയാൻ? ഉണ്ടോന്ന്? നീ ചായ കുടിക്ക. അല്ല, എന്നെ ചായ തന്ന് സൽക്കരിക്കാനാണോ ചേച്ചി വിനയം വിളിച്ചു വരുത്തി? വിനയം വിളിച്ചു വരുത്തി എന്തിനാണെന്ന് അവനോട് ചോദിക്കും. ഞാൻ എല്ലാവർക്കും ചായ എടുത്തപ്പോ നിനക്കൊരു ചായ തന്നേ ഉള്ളൂ. നീ എന്തിനാ വിനയ എന്നോട് വരാൻ പറഞ്ഞ? അമ്മയ്ക്ക് കാണാന്ന് പറഞ്ഞല്ലേ നീ എന്നെ വിളിച്ച്? എന്നാലേ സീമേച്ചി വരുമെന്നറിയാം, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നോട് ചേച്ചിക്ക് ദേഷ്യമാണല്ലോ. അപ്പൊ നീ സീമയുടെ ദേഷ്യം മാറാൻ വേണ്ടി വിളിച്ചതാണോ? നീ വിളിച്ചതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാ പറ വിനയ. ഒന്ന് മാറേ. വേറൊന്നുമല്ല സീമേച്ചി, ഞങ്ങള് ആർച്ചമോളെയും ഭദ്രമോളെയും ഡോക്ടറെ കാണിച്ചായിരുന്നു. അവർക്ക് കുഴപ്പമൊന്നുമില്ലാന്നേ. അന്ന് കുട്ടികളെ ഉറങ്ങാൻ വേണ്ടി ഡോക്ടർ തന്ന മരുന്ന് തന്നെയാണ് ഞാൻ അവർക്ക് കൊടുത്തത്.
അളവിച്ചിരി കൂടിപ്പോയി, അത്രേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞില്ലേ? കുട്ടികൾക്കൊന്നും പറ്റാതിരുന്ന തന്നെ എല്ലാവരുടെയും ഭാഗ്യം. അതിന്റെ പേരിൽ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല വിനയ. എന്റെ കുട്ടികളൊന്നും അല്ലല്ലോ, നിന്റെ കുട്ടികളല്ലേ. ഇനി അവരെ നോക്കാൻ നീ എന്നെ ഏൽപ്പിക്കാതിരുന്നാ മതി. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. ഞങ്ങൾക്കൊരാവശ്യം വന്നാൽ നിങ്ങളല്ലേ ഉള്ളൂ. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആദ്യം ഓടി വരേണ്ടത് ഞങ്ങളാ. ആ, അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ വിനയം പറഞ്ഞപ്പോ ഞാൻ കൊച്ചുങ്ങളെ നോക്കാൻ വന്നേ. പക്ഷേ നിന്റെ ഈ കുനിഷ്ട് പരിപാടിക്ക് എന്നെ കിട്ടില്ലെന്നാ ഞാൻ പറഞ്ഞേ. അവൻ അങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി സീമേ. നീയത് ആരോടെങ്കിലും പറയുന്നുള്ള പേടിയാ വിനയന്. ചീരുവിന്റെ കാതിലെങ്ങാനും എത്തിയാ അതോടെ എല്ലാം തീരും. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുന്നവരാ സീമേച്ചി ചുറ്റുമുള്ളവർ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇക്കാര്യം സീമേച്ചിയുടെ വായിൽ നിന്ന് അറിഞ്ഞോ അറിയാതെ പുറത്തു പോകരുത്, പ്ലീസ്. ഞാനിതൊന്നും ആരോടും പറയാൻ പോകുന്നില്ല വിനയ. നിന്റെ കുടുംബം തകർത്തിട്ട് എനിക്കെന്ത് കിട്ടാനാ? ഞാൻ എന്റെ ഓരോ കുടുംബ വിഷയമായിട്ട് മുന്നോട്ട് നടക്കുക. എന്റെ ചേട്ടന് ഡിസ്ക് കംപ്ലൈന്റ് ആയതോടെ പെയിന്റിംഗ് പണിക്ക് പോവാൻ വയ്യ. കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയിലാണ് ഞാൻ. സീമേച്ചി പേടിക്കണ്ട. ഈ വിഷു കഴിഞ്ഞ ഉടനെ ഞാൻ പുതിയൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യും. പപ്പേട്ടന് ഞാൻ അവിടെ ഒരു ജോലി കൊടുത്താൽ പോരെ? എടാ, വീടുകളിലും മറ്റ് CCTV ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥാപനമല്ലേ നീ തുടങ്ങാൻ പോകുന്നേ? ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ള പപ്പന് ഉയരത്തെ കയറി ക്യാമറ ഫിറ്റ് ചെയ്യാനൊക്കെ പറ്റുമോ? പപ്പൻ ചേട്ടനെ ഞാൻ ഓഫീസിലിരുത്തും മാമ. അവിടെ ഏതായാലും ഓർഡർ എടുക്കാനും മറ്റൊരാൾ വേണമല്ലോ. പപ്പൻ ചേട്ടന് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ ചേച്ചി, അല്ലേ? ആ, പിന്നെ അതൊക്കെ പറ്റും. നീ എന്തെങ്കിലും ഒരു ജോലി ചേട്ടന് കൊടുക്കുവാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും വിനയ. അത് ഞാൻ ചേച്ചി വിഷു ഒന്ന് കഴിഞ്ഞോട്ടെ. അതുവരെ ചേച്ചിയുടെ അമ്മയെ സഹായിച്ച് മക്കളെ നോക്കിയൊക്കെ നിൽക്ക്. അതിന്റെ ഗുണവും ചേച്ചിക്കുണ്ടാവും. അതുപോലെ അത് മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലതികേച്ചി എന്നെ വിളിച്ചാ മതി. ഞാൻ വന്നോളാം ചേച്ചി. എന്നാ ഞാൻ പോയിക്കോട്ടെ. ശരി ശരി.